പൊളി, അടിപൊളി അടിപൊളി, ഇടുക്കി കിടക്കി. ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ചൊരു നെവർ ബിഫോർ ഹൊറർ എക്സ്പീരിയൻസ്. സിനിമ അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയത്. എല്ലാവരുടെയും പ്രണവ് മോഹൻലാൽ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ച് അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു മൂവിയാണിത്. മേക്ക് വൈസ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും കാസ്റ്റിംഗ് വൈസ് ആയാലും അടിപൊളി. ഇന്റർവെൽ ആയതേ അറിഞ്ഞില്ല ഫസ്റ്റ് ഹാഫ്. പുള്ളി ഭൂതകാലം പ്രമേയൊക്കെയാണല്ലോ, ആ ഒരു പാറ്റേൺ തന്നെയാണ്. ഒരുപക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഹൊറർ ഫീലിംഗ്. അതായത് എന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഹൊറർ ഇവൻ തന്നെ ഹൊറർ പോർഷൻസ് പറയുമ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, പേടിച്ച് സ്ക്രീനിൽ നോക്കാനായിട്ട്. പൊളി കേട്ടോ. ഇത് അങ്ങനെ തൂക്കി എന്നതിനേക്കാൾ ഉപരി ഒരു പ്രണവ് ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് പെർഫോമർ എന്ന നിലയിൽ അയാൾ പ്രൂവ് ചെയ്ത ഒരു സിനിമ എന്ന് പറയാം. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ. അയ്യോ പിന്നെ ആ ആക്സിഡന്റ് കേസൊക്കെ ആ കൂടി കിളി മാറിപ്പോയി. ഓ ശരിക്കും ഇല്ല, മലയാളത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. പ്രേതത്തിന് മറ്റേ വെള്ളസാരി കൊടുക്കേണ്ടതാണ് എന്റെ ഏറ്റവും വലിയ തെളിവ്. അടിപൊളി. രണ്ടു മൂന്ന് സീൻ ഞാൻ പേടിച്ചായിരുന്നു. പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു, ഗംഭീരമുണ്ട്. പേടിച്ച് നല്ലോണം പേടി നല്ലവരുണ്ടായിരുന്നു, ഫീൽ ചെയ്തു. നല്ല മൂവിയാണ്, നൈസാണ്, നല്ല ഇഷ്ടമായി. ഒരു പ്രത്യേകത, ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കണ്ടിട്ടുണ്ട് ഇതുപോലെ, അതിന്റെ ഒരു കുറച്ചൊക്കെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. മലയാളം ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ. അതുപോലെ തന്നെ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് പേടിയാവുന്നുണ്ട്, വലിയവർക്ക് തന്നെ ചെറിയൊരു അറിയാതെയൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. ഓരോ എന്താണ് അപ്രതീക്ഷിതമായിട്ട് ചില ഇതൊക്കെ വരുമ്പോ നമ്മൾ പേടിക്കും, അറിയാതെ. പറയാൻ പറ്റില്ല, അച്ഛനും മോനും കൂടി അല്ലേ, ചിലപ്പോ ആയിട്ടുണ്ടാവും. അടിപൊളി, നൈസ്. എന്തായാലും നല്ലായിരുന്നു, കുഴപ്പമില്ല, നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു, ചെറുതായിട്ട്. മൂവീസ് ലൈക്ക് എന്താ പറയണേ, ബോളിവുഡിലെ ഒരു എക്സ്പെരിമെന്റൽ വർക്കിന്റെ ഫിനിഷിംഗ് ഇല്ലേ, നമ്മൾ ഈ ഹോളിവുഡ് സ്റ്റൈലിൽ കണ്ടങ്ങനെ ഇൻസീഡിയസ് കോൺജറി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ടോപ്പ് നോച്ച് വർക്ക് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് റൺ ടു തിയേറ്റർ മിസ് ആയവരില്ലാർക്കും. അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ ഈ മൂവിയിൽ ഫഹദ് അഭിനയിച്ചാലും DQ അഭിനയിച്ചാലൊക്കെ ഈ പടം കത്തും. ബിക്കോസ് ദിസ് മൂവി ഈസ് ഓൾ വിത്ത് ക്രിസ്റ്റോ സേവിയർ, സൗണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ പ്രണവിന് കഴിവില്ല എന്നല്ല, ഹി ഡിഡ് വെൽ. ബട്ട് അത് ആ ജോണർ വെച്ച് എല്ലാത്തിന്റെ ഒരു അബ്സോർപ്ഷൻ ഉണ്ട്. റോഷാക്ക്, ഭൂതകാലം, പ്രമയുഗം, എല്ലാത്തിന്റെ ഒരു മിക്സപ്പ് ആണിത്. 2 മണിക്കൂറല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രിസൈസ് ആയിട്ട് അവർ ചെയ്തു തീർത്തിട്ടുണ്ട്. ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് റിലേറ്റബിൾ ആണ്. അധികം ചുരുങ്ങിയ സമയം കൊണ്ട് വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് കാണുമല്ലോ, അതല്ലേ അവർ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ്, അതല്ലേ, ജംസ്കേറിയാണ്. മുൻപത്തെ പ്രീവിയസ് മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ക്യാരക്ടർ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അധികം ക്യാരക്ടേഴ്സ് ഇല്ല, പുള്ളിയുടെ എല്ലാ പടത്തിലും അങ്ങനെയാണ്. ഡയറക്ടറുടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് സീനുകളുണ്ട് അത്യാവശ്യം ജംസ്കെയർസ് അങ്ങനത്തെ ഒക്കെ കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ നല്ല മൂവിയാണ്. അത്യാവശ്യം പുതിയൊരു മേക്കിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്.